ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അന്നേരം രാവിലെ ഉണ്ടാക്കുന്നത് പാസ്തയാണ്. അപ്പോൾ പാസ്തയ്ക്ക് പച്ചക്കറികളൊന്നും ഇല്ല, സവാള മാത്രം ഇട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇന്നലെ ഒരു ഉച്ചയായണേ ഒരു കോള് വന്ന്, ബിജി ഒരു 2 കിലോ ചിക്കൻ അച്ചാർ വേണമെന്ന്. ഞാൻ പറഞ്ഞ് 2 ദിവസം എടുക്കും അച്ചാറുണ്ടാക്കി കിട്ടാൻ, എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ലെന്ന്. അയ്യോ അങ്ങനെ പറയല്ലേ, ഞങ്ങൾക്ക് കൊണ്ടുപോകാനാ, വെളിയിൽ ഇങ്ങനെ കൊണ്ടുപോകാനാ, അർജൻറ്റാണ്. പിന്നെ രാത്രിയിൽ എനിക്കിതായിരുന്നു പരിപാടി. അതുകൊണ്ട് പിറ്റേന്നത്തേക്കിനുള്ള ഒന്നും അരിഞ്ഞു വെക്കാൻ പറ്റിയില്ല, ഇതിനുള്ള പച്ചക്കറി ഒന്നും അരിയാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് സവാളയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇങ്ങനെ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ലേ, കാരണം ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ ഫോൺ ചെയ്ത് പറഞ്ഞാലും അവർ കൊണ്ടുതരും. അതേസമയം ഇപ്പം ബീഫോ വല്ലതും ആണെങ്കിൽ കഴിച്ചാനുണ്ടെങ്കിലേ എനിക്ക് പോയി വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ അർജൻറ്റ് അവർക്ക്. ഇപ്പം ഇവിടെ വീട്ടിലെ ആവശ്യത്തിനായിരുന്നെങ്കിൽ ഞാൻ അവരും പറയത്തില്ലായിരുന്നേക്കാം, പക്ഷെ അവർക്ക് പോകാമെന്നുള്ളത് അറിയാമായിരുന്നു. അവർ നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് സാവകാശം ഇത്രയും വെപ്രാളപ്പെടണ്ടായിരുന്നു. നമ്മൾ സാവകാശം ചെയ്യുന്നതും വെപ്രാളപ്പെട്ട് ചെയ്യുമ്പോഴായിട്ട് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടേ. പിന്നെ ബോംബെയിലുള്ള ആൾക്കാർ തന്നെ ആയതുകൊണ്ട് നമുക്കിപ്പം ബോംബെയിലാണേലും തന്നെ പിറ്റേ ദിവസം കിട്ടേണ്ടതും ചില സമയത്ത് ഈ കൊറിയറുകാർ കൊണ്ട് അവിടെ തന്നെ ഇട്ടിട്ട് ആൾക്കാരില്ലെന്നും പറഞ്ഞ് 2-3 ദിവസം എടുക്കും. അങ്ങനെ നമ്മുടെ ഇവിടുന്ന് അങ്ങ് പോയി അവരുടെ സ്ഥലത്ത് തന്നെ കൊണ്ടിടും. ചിലർ പോയി വാങ്ങിക്കും, അവർ ഫോൺ ചെയ്യുകയാണെങ്കിൽ ചിലർ പോകും, ചിലർ കൊണ്ടുതരട്ടെന്നും പറഞ്ഞ് ഇരിക്കും. അന്നേരം നമ്മളെ വിളിച്ച് ചോദിക്കും, നമ്മളെ വിളിച്ച് പരാതി. നമ്മളിപ്പോൾ എന്തോ ചെയ്യാനാ, അവരുടെ ഇപ്പോൾ ഒരു 5 മിനിറ്റ് പോയി നടന്ന് വാങ്ങിക്കാൻ പറ്റുമെങ്കിലും ആൾക്കാർ പോയി വാങ്ങിക്കാത്തവരുണ്ട്. അവരിവിടെ കൊണ്ടുവരട്ടെ, എപ്പോഴും കൊണ്ടുവരുമല്ലേ, അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട്. കാരണം ഈ മഴയൊക്കെ ആകുമ്പോഴേ ജോലിക്കാർ ഇങ്ങനെ വരാതിരിക്കും. അപ്പോൾ അവർ ഉള്ളവരെയും കൊണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കും. ഞാൻ പാസ്ത ഒന്ന് അടപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ പുട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഈ ഗോതമ്പ് പുട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇവർക്കൊക്കെ കറി ഉണ്ടെങ്കിലേ കഴിക്കത്തുള്ളൂ, അങ്ങനെയൊക്കെ പല സിദ്ധാന്തങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്ക് ഗോതമ്പ് പുട്ടുണ്ടാക്കി. അത് അടപ്പത്ത് വെച്ചപ്പോഴത്തേക്കിന് ഇങ്ങനെ ആവിയൊക്കെ വന്നു. അപ്പോഴത്തേക്കിന് പാസ്ത റെഡിയായി. ഇന്നത്തെ പാസ്തയ്ക്ക് ഒരു കളറില്ല. എന്തുവാണോ, ഞാൻ കാശ്മീരി മുളക് പൊടിയല്ല ചേർത്തത്, നമ്മുടെ ഈ പിരിയൻ മുളക് പൊടിയാണ് ചേർത്തത്. അതുകൊണ്ട് എരിവുണ്ട്. പിരിയൻ മുളക് പൊടിയും കുരുമുളക് കൂടെ ചേർത്തുകൊണ്ട് പാസ്തയ്ക്ക് എരിവുണ്ട്, പക്ഷേ ഒരു കളറില്ല. അതാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു കളറ് നമുക്ക് കിട്ടും. അപ്പോൾ ഇന്ന് പ്ലേറ്റ് വെച്ചപ്പോഴും വീഡിയോ എടുത്തപ്പോഴും കളറില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസമില്ലേ സുജിനിയുടെ കാര്യം പറഞ്ഞപ്പം എനിക്കൊരു കമൻറ്റ് വന്നു, വിജി സുജിനിയുടെ കാര്യം ഓർത്ത് നിന്ന് മീൻകറിക്കകത്ത് വെള്ളം കൂട്ടി ഒഴിച്ചതല്ലേ, അങ്ങനെയാണോ അത്? ആ കമൻറ്റ് വായിച്ചോടെ എനിക്കങ്ങ് ചിരിയും വന്ന്. ശരിയാ, നമ്മൾ ചില സമയത്ത് ഏതോ മൈൻഡിൽ നിന്നിട്ട് അബദ്ധവശാൽ അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യും. ചില സമയത്ത് കറിക്ക് വെള്ളം കൂടും, ഉപ്പ് ഇച്ചിരി കൂടും. ഉപ്പ് കൂടിയാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ പുട്ടൊക്കെ റെഡിയായി. അതിനുശേഷം രാവിലത്തെ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞ് പിന്നെ എല്ലാവരുടെയും ബോട്ടിലുകളിൽ വെള്ളം നിറച്ച് വെക്കും. കോളേജിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കിന് 2 ബോട്ടിൽ വെള്ളം വന്നാൽ ഒട്ടനെ അവനങ്ങ് വെള്ളമാണ് കുടിക്കുന്നത്. അവൻ്റെ വെള്ളം, ബ്രേസിൻ്റെ വെള്ളം, അപ്പച്ചൻ്റെ ബോട്ടിലങ്ങ് നിറച്ച് കൊണ്ടുവച്ച് അങ്ങനെ എല്ലാ ബോട്ടിലും നിറച്ചിട്ട് പിന്നെ ക്യാൻ നിറച്ചു. എന്നിട്ട് പിന്നെ കുടിക്കാൻ വെള്ളം വെക്കണം. അന്നേരം ഞാൻ മെഴുക്ക് പുരട്ടി വെക്കുന്നതേ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. ഞാൻ ഇന്നാളെ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അടുത്ത് റേച്ചാൻ 1 കിലോ കോവയ്ക്ക വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിൽ കൂടുതലുമില്ല, വിളഞ്ഞതായിരുന്നെന്ന്. അതിൽ തോരൻ വെക്കാൻ പറ്റുന്നത് ഞാൻ തിരഞ്ഞെടുത്ത് അന്ന് തോരൻ വെച്ചു. ബാക്കി ഞാൻ മെഴുക്ക് പുരട്ടിക്ക് വെച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള മെഴുക്ക് പുരട്ടി എനിക്കൊരു ഭയങ്കര ഇഷ്ടം. ഇതാകുമ്പം ഒരിച്ചിരി പുളിയും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി അങ്ങ് ചിലത് ഇത്തിരി ഞാൻ അതും കളഞ്ഞില്ല, എനിക്കത് ഇഷ്ടമായതുകൊണ്ട്. കൂടുതലും അങ്ങ് നന്നായിട്ട് വിളഞ്ഞതായിരുന്നു. അപ്പോൾ ഞാൻ സവാളയൊന്നും ഇട്ടിട്ട് കണ്ടില്ലേ വിളഞ്ഞ ഇത്. അപ്പോൾ ഞാൻ ഇച്ചിരി മുളക് പൊടി കൂടുതൽ ഇട്ടിട്ടുണ്ട്, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പും ഇട്ടിട്ട് ഇത് ഇളക്കി. പക്ഷേ
റയിച്ചാനും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചപ്പാത്തിക്കൊക്കെ ഇത് നല്ല അടിപൊളിയാണ്. അപ്പം ഞാനിതൊന്ന് അടപ്പത്ത് വയ്ക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ ഇത് വഴന്ന് വരാൻ കുറേ സമയം എടുക്കും. ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ തോരൻ വെക്കാൻ കുറച്ചേ ഉള്ളായിരുന്നു, ഇങ്ങനെയുള്ളായിരുന്നു, വിളഞ്ഞതായിരുന്നു കൂടുതലും ഒന്ന്. അപ്പം മെഴുക്ക് പുരട്ടി വെക്കാനായിരുന്നു കൂടുതലും, തോരന് കുറവായിരുന്നു. അന്നേരമേ കഴിഞ്ഞ ദിവസം ഒരു 11 മണി രാത്രിയാണ് റീച്ചാൻ ഒരു ഫോൺ കോൾ വന്നു. ആരാന്നോ നിങ്ങളുടെ മീൻകാരിയാൻ്റെ ഇവിടുത്തെ. അപ്പം പറഞ്ഞു വാ, ഇവിടെ ഹിന്ദിയിൽ താർലി എന്നാണ് പറയുന്നത്, മത്തിക്ക് താർലി ഉണ്ട് വാ എന്ന് പറഞ്ഞു. റീച്ചാൻ ചോദിച്ചാൽ എത്ര രൂപയാണ്. അപ്പം പറഞ്ഞു നീ വാ തരാന്ന് പറഞ്ഞു. 11 മണിയാകുമ്പോൾ അവസാനമായില്ലേ. അപ്പം ചെന്നത് നല്ല നെയ്മത്തി കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ 3-4 ദിവസം കൂടെ കഴിഞ്ഞ് മീൻ വരുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവരും അന്നും ഞങ്ങളും മലയാളിയിൽ ആ മീൻ നോക്കാൻ പോകുന്നത്, അവരും അവിടെ നിന്നൊക്കെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ കേരയൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ കുഞ്ഞ് കേരയാന്ന് പറഞ്ഞ്, അല്ലാത്ത ചൂരയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒരു ഇവരുടെ ഈ മഹാരാഷ്ട്രേൻ്റെ ഒരു ഉപവാസം നടക്കുന്ന സമയം, അവർ കഴിക്കത്തില്ല, അല്ലാത്തവരൊക്കെ കഴിക്കുമെന്ന് തോന്നുന്നു. അപ്പം മീനൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയും. അപ്പം മത്തി കിട്ടി. ഞാൻ എന്ത് വന്നാലും അതൊന്ന് വെട്ടട്ടെ. അന്ന് വെട്ടിയില്ല, ഇതിപ്പോൾ 2 ദിവസമായി ഞാൻ ഫ്രിഡ്ജ് വെച്ചേക്കുമായിരുന്നു. നെയ്മത്തിയാണ് 27 എണ്ണം. ഇച്ചിരി കൂടെ ചോദിച്ചാൽ കുറച്ച് കിട്ടിയതിനായിരുന്നു. നമ്മളങ്ങ് പറഞ്ഞും പോയി റീച്ചാൻ 300 രൂപയ്ക്ക് താന്ന് പറഞ്ഞവർ ഇങ്ങനെ തന്ന് എണ്ണി നോക്കണേ 27 എണ്ണം. അപ്പം ഞാനതൊന്ന് വെട്ടട്ടെ. എന്താ വലിയതാ പക്ഷേ. അപ്പം റീച്ചാൻ ഓഫീസിൽ നിന്ന് വീട്ടിൽ വന്നായിരുന്നു. റീച്ചാൻ്റെ അടുത്ത് പറഞ്ഞ് നീയും കൂടെ വാന്ന്. അപ്പം ഞാൻ പറഞ്ഞു റീച്ച ഇനി വാങ്ങിച്ചോണ്ട് എന്നാൽ പറഞ്ഞ് ഞാൻ പോയി ശരിയല്ലെങ്കിൽ എന്തോ ചെയ്യുന്നു. റീച്ചാൻ മീനുകളെ പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോൾ ചെന്നോണ്ടേ ബാക്കി എല്ലാവരും ഇവർ സാധാരണ ഒരു 10-10:30 ആകുമ്പോൾ എനിക്കൊന്ന് അടച്ചിട്ട് പോകുമെന്ന്. അതിൻ്റെ അടുത്ത അവരുടെ വീട്. അപ്പം ഞങ്ങൾ ചെന്നോണ്ടേ ഇവർ മാത്രം ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ് രാവിലെ ചൂര ഉണ്ടായിരുന്നത് നിന്നെ വിളിച്ചേനായിരുന്നു, പിന്നെ നിനക്ക് ഇത് തരാമെന്നും പറഞ്ഞ് വിളിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ ഈ മീനുണ്ടല്ലേ ഉണക്കമീൻ്റെ കൂട്ടമുള്ളതല്ലായിരുന്നു. എന്തു വന്നാലും ഇത് പന്നക്കെട്ട മീനൊന്നും അല്ലായിരുന്നു. ഇവർ ഒരു 3:30-4 മണിയാണ് നമ്മുടെ ഈ മലയാള മാർക്കറ്റ് തുടങ്ങുന്നുണ്ടെങ്കിൽ ഒരു എന്തു വന്നാലും 5 മണിയാകുമ്പോൾ ഇവരിവിടെ 4:30 ആകുമ്പോൾ ഇവിടെ സാധനം ഇവർ കച്ചവടം തുടങ്ങും. അതിന് മുമ്പിട്ടാണ് പോയി വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അത്രയും നേരം ഇങ്ങനെ ചതഞ്ഞു പതുങ്ങിയൊക്കെ ഇരുന്ന് അങ്ങനെ ഒരു ഇത്തിരി ഇത് ഫോൾട്ട് വന്നേ ഉള്ളൂ. അല്ലാതെ ടേസ്റ്റൊക്കെ നല്ല നെയ്മത്തിയായിരുന്നു. അപ്പം ഞാൻ തലയൊന്നും എടുത്തില്ല. അതിനകത്ത് മൊത്തം അങ്ങ് നെയ്യാണ്. ഇതിൻ്റെ ദോഷമെന്ന് പറയുന്നത് വറുത്താലൊക്കെ അങ്ങ് ഭയങ്കര കറി വെച്ചാലും പാത്രങ്ങൾക്കൊക്കെ ഒരു ഭയങ്കര ഇതായിരിക്കും. ഞാൻ പിന്നെ വെട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ജോലിയായിരുന്നെന്നറിയാമോ? ഇതിൻ്റെ അകത്ത് മൊത്തം കണ്ടോ അതങ്ങ് നെയ്യാണ്. പണ്ടൊക്കെ ഞങ്ങളുടെ അമ്മയുണ്ടല്ലേ ഈ നെയ്യെടുത്ത് ഇങ്ങനെ ഉരുക്കിയിട്ടേ കപ്പ നമ്മൾ പുഴുങ്ങുകയോ വേവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കപ്പ മുക്കി തരുമായിരുന്നു. പിന്നെ നല്ല ടേസ്റ്റായിരുന്നു. ഇപ്പോഴൊന്നും അങ്ങനെ എടുക്കാറില്ല നമ്മൾ. അപ്പം ഞാൻ കുറച്ചെടുത്ത് എന്നാൽ ഇതെല്ലാം കൂടെ അങ്ങ് വെട്ടാമെന്ന് ഞാൻ വെച്ചു. എനിക്കിന്ന് അധികം ജോലിയില്ലാത്തതുകൊണ്ട് എല്ലാം കൂടെ അങ്ങ് വെട്ടി. പിന്നെ ഇനി 2 പാർട്ടാക്കി വെക്കണ്ടെന്നും പറഞ്ഞ്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് കറിയും വയ്ക്കുക. ഞാൻ ചിന്തിച്ചു കുറേ നാളായില്ലേ മീൻ കിട്ടിയിട്ട്, അതുകൊണ്ട് അപ്പച്ചനൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പച്ചൻ പക്ഷേ കറി കൊടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചില്ല. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഞാൻ വെട്ടി വെച്ചെങ്കിലും പിന്നെ കുറച്ച് കറി വെക്കാം. ഒരു 27 എണ്ണം ഉണ്ടായിരുന്നല്ലേ, ഒരു 2-3 പാർട്ടായിട്ട് നമുക്ക് വെക്കാറില്ല. ഒരു തീരെ വറക്കാമെന്നും പറഞ്ഞായിരുന്നേ. പിന്നെ ചിന്തിച്ചങ്ങ് വറക്കാമെന്ന്. വറുത്തോണ്ടേ എന്തോ അടിപൊളി ടേസ്റ്റായിരുന്നെന്നറിയാമോ. പിന്നെ ഞാൻ മീനെല്ലാം വെട്ടിയിട്ട് പിന്നെ ഇവിടെ ഒരു യുദ്ധമായിരുന്നു. പൈപ്പയിലെല്ലാം നമ്മൾ തൊടുന്നതല്ലേ. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി എന്നിട്ട് പിന്നെ കുറച്ച് ഫിനോയിലൊക്കെ ഒഴിച്ച്, എന്നിട്ട് ഞാൻ ഫിനോയിൽ ഒഴിച്ചിട്ട് ഞാൻ പണ്ടൊക്കെ ചെയ്യുന്ന എന്തുമായിരുന്നെന്നോ, നമ്മുടെ കാപ്പിപ്പൊടി ഉണ്ടല്ലോ കട്ടൻ കാപ്പി തിളപ്പിക്കും ഞാൻ. അന്ന് ചില സമയത്ത് ഞങ്ങൾക്ക് ഈ പുളിപ്പൻ പൊടി ഈ ബോംബെയിലൊക്കെ നമ്മുടെ നാട്ടിലത്തെ കൂട്ടുള്ള പൊടി കിട്ടത്തില്ലല്ലേ, പുളിയുള്ള അതിങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ തിളപ്പിച്ച് ഇങ്ങനെ ഇവിടെയൊക്കെ ഒഴിക്കും. അന്നേരം നല്ല കാപ്പിപ്പൊടിയുടെ മണം വരും. പിന്നെ ഫിനോയിലൊക്കെ ഒഴിച്ച് മാറി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ കറി വെക്കാനായിട്ട് കുറച്ചെടുത്ത് കറി വെച്ചിട്ട് ഞാൻ ചിന്തിക്കുവാൻ ഇച്ചിരി
കപ്പ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തുവാണേലും ഞാൻ ഒരു 5-8 കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ബോക്സിൻ്റെ അകത്ത് മൊത്തം വെള്ളം നിറച്ചിട്ട് അതിൻ്റെ അകത്ത് ഈ മീനിനൊക്കെ വെള്ളം ഒഴിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നേലും ഇച്ചിരി കപ്പ പോയി എന്ന് ഞങ്ങൾ ചിന്തിക്കും. സൺഡേ ഇവിടെ അടുത്ത് വേറൊരു വഴി കൂടെ വരുന്ന ഉടനെ അവിടെ കപ്പയുണ്ട്. പക്ഷെ ആ വഴി വരാനങ്ങ് മറന്നു പോകും. എന്നും ചിന്തിക്കും സൺഡേ വരുന്ന വഴിക്ക് കപ്പ വാങ്ങിച്ചുകൊണ്ട് വരണം. ഒത്തിരി ഇപ്പോൾ 2-3 മാസമായെന്ന് തോന്നുന്നു കപ്പ കഴിച്ചിട്ട്. അപ്പം നിങ്ങൾ ചിന്തിക്കും, ബിജി കപ്പയൊന്നും കഴിക്കല്ലേ, തൈറോയ്ഡുകാർക്ക് എന്തോ ചെയ്യാനാ, കൊതിയുള്ള സമയത്ത് വല്ലപ്പോഴും ഇച്ചിരി ഒന്ന് കഴിക്കുക. എന്തോ ചെയ്യാൻ, എല്ലാം നമുക്കറിയാം. പക്ഷേ മനുഷ്യൻ്റെ കൊതി നിൽക്കണ്ടേ. അന്നേരം നിങ്ങളിപ്പോൾ ചിന്തിക്കുക, കൊതിയാണെങ്കിൽ തിന്നിട്ട് അനുഭവിച്ചോ. ഇപ്പോൾ 2-3 ദിവസമായില്ലേ വിരിച്ച് കഴിയും. പണ്ടൊക്കെ ആണെങ്കിൽ ദൈവമേ എല്ലാ വീട്ടിലും കപ്പയും, പാവങ്ങളുടെ വീട്ടിൽ കപ്പയാണ്. പണക്കാരുടെ വീട്ടിലെ പലഹാരമുള്ളായിരുന്നു. പണ്ടൊക്കെ പണി കഴിഞ്ഞ് പണിക്കാർക്കൊക്കെ ഞങ്ങളുടെ വയലിൽ, ഞങ്ങളുടെ വീടിൻ്റെ താഴെ വയലാണ്. അപ്പം ഈ കള പറിക്കുന്നവർക്കൊക്കെ കൊണ്ടുവരുന്ന രാവിലത്തെ പ്രാതൽ എന്ന് പറയുന്നത് ഒന്നീ ചക്കയും കഞ്ഞിയും അല്ലെങ്കിൽ കപ്പ, ഇതൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഇപ്പം അതൊന്നുമില്ല. അപ്പം ഞാൻ അരപ്പൊക്കെ ഒന്ന് ഇട്ടിട്ട് ഈ അരപ്പ് വെള്ളം തിളയ്ക്കാതെ മീനിട്ടാലേ അതിൻ്റെ ഉളുമ്പിറങ്ങും. അതുകൊണ്ട് അരപ്പൊന്ന് തിളച്ചിട്ടേ ഇടാവേ. ഇതൊരു ഇച്ചിരി തള വന്നതേ ഉള്ളൂ. എനിക്കെല്ലാത്തിനും വെപ്രാളമില്ല. ദോശമാവ് ഒഴിച്ചാലും അത് തിരിച്ചിടാനുള്ള വെപ്രാളം, മീൻ വെള്ളം അരപ്പ് ചുവന് തിളച്ചില്ലേലും മീൻ ഇടാനുള്ള വെപ്രാളം, എല്ലാം അറിയാം. എല്ലാമല്ല, കുറച്ചൊക്കെ അറിയാം. പക്ഷേ ഒന്നിനും സമയം കൊടുക്കത്തില്ല. വെപ്രാളം. അതിൽ 1-2 ഞാനിങ്ങനെ വരഞ്ഞിട്ടേ മുറിച്ചില്ല, അങ്ങനെ വരഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ അത് അടപ്പത്തിട്ടിട്ട് പിന്നെ ഇച്ചിരി വറക്കാനുള്ളത് ഞാൻ മസാല പുരട്ടി വെക്കുന്നുണ്ട്. ഇങ്ങനെ കുഞ്ഞ് ഇവന് ഹോള് കണ്ടല്ലേ. ഞാൻ ചിലപ്പോൾ 1-2-3 വരയത്തുള്ളൂ. അവൻ പറയും, മമ്മി ഇങ്ങനെ അടുപ്പിച്ച് വരഞ്ഞിട്ട് അതിൻ്റെ അന്തറോട്ടങ്ങ് മസാല കയറ്റണമെന്ന് പറയും. അന്നേരം പ്രൈസം കൊച്ചന് ഇതവന് ഇത്രയും വലുതാണേലും വലുത് ഞാൻ കൊടുത്തതിനായിരുന്നു. പക്ഷേ അന്ന് അയല മസാല പുരട്ടിയത് ഒരു 3-4 ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ച് പ്രൈസന് അയലയും കൊടുക്കാം, ഞങ്ങൾക്ക് ഇതും എടുക്കാമെന്ന്. പോൾമോൻ ഈ പ്രൈസൻ്റെ പ്രായത്തിലാണേലും മത്തിയൊക്കെ കഴിക്കുമായിരുന്നു. അതെങ്ങനെയാണ് കൊച്ചു പഠിച്ചതെന്ന് എനിക്കും അറിയത്തില്ല. പക്ഷേ എന്നാൽ പ്രൈസനെയും അതുപോലാന്നേ. പക്ഷെ അവൻ ഭയങ്കര പേടി. അവനൊരു ഇച്ചിരി മുള്ളുണ്ടെങ്കിൽ ഇങ്ങ് തപ്പിയെടുക്കും. ആ വലിയ കൊച്ചാണെങ്കിൽ കൊടുക്കേണ്ടി ചെയ്തേ ഉള്ളൂ, അതങ്ങ് കഴിച്ചോളും. അപ്പം മീൻ വറുക്കുന്ന സമയത്ത് ഞാൻ അയല കൊച്ചവനും കൊടുത്തിട്ട് ബാക്കി ഞങ്ങൾ എടുക്കുമായിരുന്നു. പ്രൈസമ്മോനെ മോണിറ്ററാക്കി. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ മോണിറ്ററിൻ്റെ ബാഡ്ജൊക്കെ കുത്തിക്കൊണ്ടാണ് വന്നത്. അപ്പോൾ ഇന്നാളിലും കഴിഞ്ഞ വർഷം ഇതുപോലെ ടീച്ചർ ഇവനെ മോണിറ്ററാക്കി. 2 ദിവസം കഴിഞ്ഞ് ഇവൻ തന്നെത്താൻ ചെന്ന് ടീച്ചറോട് പറയാം, ടീച്ചറെ എനിക്ക് വയ്യ, എനിക്ക് വേണ്ട മോണിറ്റർ സ്ഥാനം. അപ്പം റേച്ചാൻ ഓപ്പൺ ഹൗസിന് എന്നെ റേച്ചാനോട് ടീച്ചർ പറഞ്ഞു, ഇവനെ ഞാൻ മോണിറ്ററാക്കിയതാണ്. അന്നേരം ഇവൻ 2-3 ദിവസം കഴിഞ്ഞ് പറഞ്ഞെന്ന്, ടീച്ചറെ എനിക്ക് വയ്യ, ഞാൻ ഇതിൽ നിന്ന് വിരമിക്കുകയാണെന്ന് പറഞ്ഞില്ലേ. അവനവൻ്റെ മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ചിങ്ങ് വന്ന്. ഇവൻ എന്തുവാണോ, ഇവൻ ഈ പിള്ളേരൊക്കെ ശരിക്കൊന്നും അടങ്ങിയിരുന്നില്ലെങ്കിൽ അവരെ വഴക്ക് പറയണം, അവരുടെ നിന്ന് ഡയറി എടുത്തുകൊണ്ട് ടീച്ചറുടെ കൊടുക്കണം, അങ്ങനെയൊക്കെയാണ്. പല മോണിറ്ററുണ്ട്. ഒരു ആൾക്കാർ നെയിൽ നോക്കാനും ഹെയർ നോക്കാനും അങ്ങനെയൊക്കെയാണ്, മുടി വെട്ടിയോ നെയിൽ. ഇവനെന്നുള്ളത് പിള്ളേർ അലക്ഷ്യമായി നടന്നാൽ ടീച്ചറിൻ്റെ അവരുടെ ഡയറി എടുത്തു നോക്കും, അങ്ങനെയൊക്കെയാണ്. ഇവനെ അവന്മാരെന്തെങ്കിലും പറയുമെന്നുള്ള പേടിയും കണ്ടാന്ന് തോന്നുന്നു. അതാ ഇവനാ മോണിറ്റർ സ്ഥാനം കേൾക്കാത്ത. ഇപ്പം എന്തുവന്നാലും ഒരാഴ്ച കഴിഞ്ഞ്, കുഴപ്പമൊന്നുമില്ല. എപ്പോഴാണ് ചാടി രാജിവെക്കുന്നതെന്ന് അറിയത്തില്ല. അന്നേരം മീൻകറിയൊക്കെ തിളച്ച് വറ്റി വന്നായിരുന്നു. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടിട്ടുണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.